ഇല്ലസ്ട്രേഷൻ 90. ഇവിടെ രണ്ട് കമ്പനിയാണ്, ഇസഡും എ. ഇവർ പറയുന്നത് എന്താണ്? എ ലിമിറ്റഡ് ടേക്ക് ഓവർ ഇസഡ്. ഇസഡിനെ എ ടേക്ക് ഓവർ ചെയ്യുകയാണ്. അപ്പൊ എ പർച്ചേസ് കൺസിഡറേഷൻ ഇസഡിന് കൊടുക്കേണ്ടി വരും. ഇവിടെ പ്രത്യേകത രണ്ടെണ്ണം ഞാൻ പറയുന്നത് കണ്ട. ഇസഡിന്റെ കയ്യിൽ എയുടെ 5000 ഷെയർ ഉണ്ട്. ഒപ്പം എ ഇസഡിന്റെ കയ്യിൽ നിന്നും ഒരു 30,000 റുപ്പീസ് കടം വാങ്ങിയിട്ടുണ്ട്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം സാധാരണ പോലെ. ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ അതിനകത്ത് ഗുഡ് ബില്ല എന്ന് പറയുന്നു. ഇസഡിൽ ഗുഡ് ബിൽ ഒന്നും ഇല്ലാതെ നെറ്റ് അസറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ 2 ലക്ഷത്തിന്റെ ഉണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 40,000, ഡിബഞ്ചർ 1 lakh ഉണ്ട്. പിന്നെ 50,000 അതർ ലൈബിലിറ്റി ഉണ്ട്. ഇവർ പറയുന്നത് ഇസഡിന്റെ ഷെയർ 11 റുപ്പീസ് വിലയിട്ടുണ്ടാണ് പുതിയ കമ്പനി. അതായത് എയുടെ എ വിൽ ഇഷ്യൂ സഫീഷ്യന്റ് നമ്പർ ഓഫ് ഷെയർസ് അറ്റ് 11 ഈച്ച് എന്നാണ്. 11 രൂപ വിലയിട്ടുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ ഈക്വൽ ആയിട്ട് ഒരെണ്ണം തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. കൂടാതെ ഒരു ഷെയറിന് 50 പൈസ വെച്ച് എക്സ്ട്രാ കൊടുക്കുവാനും തീരുമാനിച്ചു. ഇസഡിന്റെ ഡിബഞ്ചറിന് കൃത്യമായി അത് അങ്ങനെ തന്നെ എ ലിമിറ്റഡ് ടേക്കൺ ഓവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കി എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ ഇസഡിന്റെ അതും എ ലിമിറ്റഡ് ടേക്കൺ ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇസഡിന്റെ നമ്പർ ഓഫ് ഷെയർ എത്രയെന്ന് കണ്ടുപിടിക്കണം. 2 lakh ആണ് നമ്പർ ഓഫ് ആകെ ഷെയർസ് എന്ന് പറയുന്നത് 2 lakhന്റെ ഉണ്ട്. 2 lakh ആണ് ടോട്ടൽ ഷെയർ. ഒരു ഷെയറിന്റെ വാല്യൂ 10 ആണ്. Therefore, number of share of Z Limited has 20,000. 20,000 ഷെയർസ് ആണ് ആകെ ഉള്ളത്. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഷെയർ ആണ് ആർക്ക് കൊടുക്കേണ്ടത്? എ ഇസഡിനെ കൊടുക്കേണ്ടത്. അപ്പൊ 20,000 ഷെയർസ് ആണല്ലോ ആകെ ഉള്ളത്. അതിൽ എയുടെ ഷെയർ ഓൾറെഡി ഇസഡിന്റെ കയ്യിൽ 5,000 ഉണ്ട്. അപ്പൊ ഇത് അമാൽഗമേറ്റ് അല്ല അബ്സോർവ് ചെയ്യുമ്പോൾ ഈ ഷെയർ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന പോലെയാണ് വരേണ്ടത്. അപ്പൊ അസറ്റ് സൈഡിൽ ഓൾറെഡി ഇവർക്ക് 5,000 ഷെയർ, അതായത് 50,000 വാല്യൂ ഇട്ടുകൊണ്ട് ഓൾറെഡി ഇവരുടെ കയ്യിൽ ഷെയർ ഉണ്ട്. പക്ഷെ ആ ഷെയർ നമ്മൾ ഇനിയിപ്പോ എക്ക് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് 20,000 ഷെയർ വീണ്ടും പുതിയതായിട്ട് ഇങ്ങോട്ട് മേടിക്കുന്നേ വരും. അതായത് 20,000 ഷെയർ ഇസഡിന് കിട്ടണം. 5,000 ഷെയർ അവരുടെ ഓൾറെഡി ഉണ്ട്. അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇസഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വീണ്ടും തിരിച്ച് എ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എക്ക് എയുടെ തന്നെ ഷെയർ അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് കാര്യമില്ലല്ലോ, കാരണം അത് അവരുടെ വാല്യൂ ഇല്ലാണ്ടായി പോകും. അപ്പൊ അവരെന്താ ചെയ്യാത്? ഓൾറെഡി ഇങ്ങോട്ട് കൊടുക്കുന്നതിൽ ഡിഡക്ട് ചെയ്ത് കളയും. അപ്പൊ അതായത് 20,000 ഷെയർ എ ഇസഡിന് കൊടുക്കുന്നതിന് പകരം ഇസഡ് ഓൾറെഡി ഒരു 5,000 കയ്യിലുണ്ടല്ലോ, അപ്പൊ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതിന്റെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോ നമുക്ക് ഇസഡിന് കിട്ടുന്ന നമ്പർ ഓഫ് ഷെയർ 15,000 ആണ്. 20 ആണ് ആകെ കിട്ടുന്നത്. കാരണം കയ്യിലിരിക്കുന്ന ഇസഡിന്റെ കയ്യിലിരിക്കുന്ന 5,000 ഷെയർ ഇസഡ് എക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കല്ല, ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ കൊടുക്കല്ല. ബാക്കിയുള്ള അപ്പൊ 20,000 ഇങ്ങോട്ട് തന്നെ 5,000 അങ്ങോട്ട് കൊടുക്കണം. ആ കൊടുക്കാനുള്ള 5,000 ഇസഡ് തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ആരെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഷെയറിന്റെ വാല്യൂ ഒന്ന് ഡിഡക്ട് ചെയ്തേക്കാം, നമ്പർ ഓഫ് ഷെയർ ഡിഡക്ട് ചെയ്തേക്കാം. അപ്പൊ ഇനിയിപ്പോ 15,000 ഷെയർ കൂടി അവർ തന്നാൽ മതി. ആര്? എ ഇസഡിന് തന്നാൽ മതി. അതിന് ഒരെണ്ണത്തിന്റെ വാല്യൂ 11 എന്നാണ് പറയുന്നത്. അപ്പൊ 11 ഇട്ട് വരുമ്പോൾ 15,000 × 11 എന്ന് പറയുമ്പോൾ എത്ര വരും? 1,65,000. കൂടാതെ 20,000 ഷെയർ ആകെ ഉണ്ടല്ലോ ഇസഡിന്. ഒരു ഷെയറിന് 50 പൈസ വെച്ചും ക്യാഷ് ആയിട്ടും അവർ തരുന്നുണ്ട്. ഇപ്പൊ 20,000 × 50 എന്ന് പറയുമ്പോൾ 50 പൈസ എന്ന് പറയുമ്പോൾ 10,000. അങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ 1,75,000 ആണ് വരുന്നത്. ഇനി ആസ് യൂഷ്വൽ നിങ്ങൾ എഴുതുന്ന പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച അതേ എൻട്രികൾ തന്നെ വരുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്? റിയലൈസേഷൻ കോണ്ടാക്ട് ടു അസറ്റ്സ് അല്ലെ. എന്തൊക്കെ അസറ്റ് ഉണ്ട് ഇവിടെ? സൺട്രി അസറ്റും നോക്കിയേ, ഇസഡിന്റെ അസറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടാ, ഈ സൺട്രി അസറ്റും ലോണും മാത്രമേ ടേക്കൺ ഓവർ ചെയ്യുന്നുള്ളൂ. ഇത് ടേക്കൺ ഓവർ ചെയ്യുന്നില്ല. കാരണം എന്താ? അത് ഓൾറെഡി പർച്ചേസ് കൺസിഡറേഷനിൽ ഡിഡക്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വീണ്ടും അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3,10,000 ഉം 30,000 ആണ് പുതിയ റിയലൈസേഷനിലേക്ക് വരുന്നത്.
എന്തായിരിക്കും എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്സ്. നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും അറിയാം കണ്ടാ, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് ആ 2 എമൗണ്ടും വരികയും ചെയ്യും. അടുത്ത എൻട്രി എന്താ പറഞ്ഞത്? ലൈബിലിറ്റി. ലൈബിലിറ്റി അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ടു റിയലൈസേഷൻ. 50,000 ലൈബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറും ടേക്കൺ ഓവർ ചെയ്തിട്ടുണ്ട്. അത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നതാ, അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. അടുത്തത് എൻട്രി എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന എൻട്രി എന്തായിരുന്നു? എ അക്കൗണ്ട് ടു റിയലൈസേഷൻ 1,75,000. 1,75,000 പർച്ചേസ് കൺസിഡറേഷൻ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വന്നു. അടുത്ത എൻട്രി എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ആണ്. റിയലൈസേഷൻ എങ്ങനെ സെറ്റിൽ ചെയ്തു? ഷെയർസ് ആയിട്ട് 1,65,000 കൊടുത്തു, 10,000 ക്യാഷ് ആയിട്ടും കിട്ടി. കൊടുത്തു എന്നല്ല, കിട്ടി. അങ്ങനെ 1,75,000 കിട്ടി കയ്യിലേക്ക്. ഇപ്പൊ എ ലിമിറ്റഡ് അക്കൗണ്ടിലേക്ക് നമുക്കത് കാണിക്കാം. എ ലിമിറ്റഡിന്റെ അക്കൗണ്ട് വരച്ചിട്ട് അതിനകത്തേക്ക് വരും. എ ലിമിറ്റഡിന്റെ ബൈ എന്ന് പറഞ്ഞ് 1,65,000 10 കിട്ടി. റിയലൈസേഷനിൽ കണ്ട 1,75,000 കിട്ടാനുള്ളത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് അവിടെ വന്നത്. അത് കഴിഞ്ഞു അടുത്തത് എന്താണ്? ഇത് ഷെയറിന് ഒരു 5,000 പ്രോഫിറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം, അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് 10,000 റിയലൈസേഷന്റെ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇത് രണ്ടും റിയലൈസേഷന്റെ ഫൈനൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനു മുമ്പ് ഈ 5,000 എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്ത് ഒരു അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഷെയർസിന് കണ്ട നമ്മുടെ അസറ്റ് ആണല്ലോ, ഷെയർ അസറ്റ് ആണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 5,000 ഷെയർ ഓൾറെഡി ഉണ്ടായിരുന്നു. 50,000 കണ്ട. ഇത് പുതിയ കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ മക്കളെ, നിങ്ങൾ നോക്കിയേ, ബാലൻസ് ഷീറ്റിലെ ഈ 50,000 പുതിയ കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്നില്ല. എന്ത് അസറ്റും ടേക്കൺ ഓവറോ അല്ലെങ്കിൽ ലൈബിലിറ്റിയോ ടേക്കൺ ഓവർ ചെയ്തില്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ലെഡ്ജർ നമ്മൾ തന്നെ വരയ്ക്കണം. അത് നമ്മൾ എപ്പോഴും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്. ടേക്കൺ ഓവർ ചെയ്യാത്ത അസറ്റും ലൈബിലിറ്റിയും ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ലെഡ്ജർ വരച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ സെറ്റിൽമെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ലെഡ്ജറിലൂടെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഷെയർസ് ഇൻ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ബാലൻസ് പ്രോഡക്റ്റ് ഉണ്ട്. 5,000 ഷെയർ ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് ഷെയർ 5,000. 50,000ന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്തേക്കണത്? ഒരു 15,000 കൂടി ഇവരുടെ കയ്യിലോട്ട് കിട്ടിയല്ലോ. റിയലൈസേഷൻ ഇവരുടെ വഴി എന്താ 15,000 1,65,000 ഇപ്പൊ നമ്മൾ പർച്ചേസ് കൺസിഡറേഷനിലൂടെ ഷെയർസ് എന്ന് പറഞ്ഞ് കിട്ടി. ഷെയർസ് ഇൻ എ ലിമിറ്റഡ് കണ്ട, ഇവിടെ ക്രെഡിറ്റ് വന്നേക്കുന്നത് അതിന്റെ ഡെബിറ്റിലേക്ക് കണ്ട. അപ്പൊ രണ്ടും കൂടി ടോട്ടൽ ചെയ്തു. പക്ഷെ ഇനിയിപ്പോ പുതിയ ബാലൻസ് ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ആ 20,000 ഷെയർ പുതിയ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമല്ലോ. ആ 20,000 ഷെയർ പുതിയ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ 11 റുപ്പീസ് വാല്യൂ ഇട്ടാ കൊടുക്കുന്നത്. അപ്പൊ 20,000 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ എത്ര വരും? 2,20,000. ഇതാണ് ഷെയർ ഹോൾഡേഴ്സിനോട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 5,000ഉം പുതിയ കമ്പനി തരുന്ന 15,000 കൂട്ടി 20,000 നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടാലി ആക്കാൻ വേണ്ടി എടുക്കും. അപ്പൊ ഈ 20,000ന്റെ ഷെയർ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11 ആണെന്ന് അവർ പറയുന്നുണ്ട്. 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് 2,20,000 ആണ് വരുന്നത്. അപ്പൊ 2,20,000 വരുമ്പോൾ ഇവിടെ ഒരു 5,000 ഡിഫറൻസ് വരുന്നത് കാണാം. ഈ 5,000 ഡിഫറൻസ് നമുക്ക് പ്രോഫിറ്റ് ആണ്. അത് റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ എൻട്രി ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷെയർസ് ഇൻ എ ലിമിറ്റഡ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എൻട്രി ഇവിടെ വന്നേക്കാം. ഷെയർസ് ഇൻ എ ലിമിറ്റഡ് അക്കൗണ്ട് ടു. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ കാരണം എന്ന്. നിങ്ങൾക്ക് ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആവശ്യമില്ല. കണ്ട 5,000 ഷെയർ 10 രൂപ വിലയിട്ട് 50,000 അല്ലേ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 5,000 ഷെയർ ഇന്ന് അതിന് 11 റുപ്പീസ് വാല്യൂ ഉണ്ട്. അപ്പൊ 55,000 ആണ് ഇന്ന് വാല്യൂ. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് 50 അല്ലേ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ വാല്യൂ 5,000 കൂടി ഇൻക്രീസ് ആയില്ലേ? ആ ഇൻക്രീസ് ആയത് നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ. ആ പ്രോഫിറ്റ് ആണ് ശരിക്കും ഇവിടെ വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ. അതിപ്പോ ശരിക്കുള്ള അക്കൗണ്ട് വഴി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 5,000 രൂപയും കൂടി നമ്മൾ റിയലൈസേഷനിലേക്ക് കാണിച്ചു. 5,000 കൂടി ഇവിടെ കാണിച്ചു. അപ്പൊ ഇനി ബാക്കി ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും 10,000ന്റെ ഡിഫറൻസ് വന്നു. ഈ 10,000 നമ്മൾ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത്രയും രൂപ നമുക്കിപ്പോ ലോസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യേണ്ടി വരും? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് കാണിക്കേണ്ടി വരും. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് കാണിച്ചു. ഇനി ഷെയർ ഹോൾഡറിൽ ഓൾറെഡി എത്രയുണ്ട്? ഷെയർ ക്യാപിറ്റൽ 2 lakh ഉണ്ടായിരുന്നു, റിസർവ് 40,000 ഉണ്ടായിരുന്നു. അത് രണ്ടും ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോ 2,20,000 ഷെയർ കിട്ടി, 10,000 റുപ്പീസ് ക്യാഷ് ആയിട്ടും കിട്ടി. ഇതുപോലെ
ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടാലി ആയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ആളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇതോടുകൂടി ക്ലോസ് ആയി കിട്ടി. നേരത്തെ പർച്ചേസിംഗ് കമ്പനിക്ക് ആണ് 5,000 പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോവാം. രണ്ടാമത്തെ കമ്പനിയിലേക്ക് വാങ്ങിക്കുന്ന എൻട്രി എന്തായിരിക്കും? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ലിക്വിഡേറ്റർ 1,75,000 മേടിച്ചു. പിന്നെ അസറ്റ് ഉണ്ടാവും 3,10,000 അസറ്റ് ഉണ്ട്, 30,000 ലോൺ ഉണ്ട്, 2 അതർ ലൈബിലിറ്റി ഉണ്ട്, ഡിബഞ്ചർ, ദെൻ ബിസിനസ് പർച്ചേസ്, ബാക്കിയുള്ളത് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവ്. സാധാരണ എഴുതുന്ന പോലെ തന്നെ. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലിക്വിഡേറ്ററിൽ സെറ്റിൽ ചെയ്ത് എങ്ങനെയാണ്? 1,75,000 അല്ലേ, 15,000 ഷെയർ അല്ലേ പുതിയതായിട്ട് കൊടുക്കുന്ന, അതിനെ 10 rupees ഇട്ടിട്ട് 1,50,000 ക്യാപിറ്റലോട്ടും 15,000 into 1 ₹1 കൂടുതലായിട്ടല്ലേ കൊടുക്കുന്നത്, അത് പ്രീമിയത്തിലോട്ടും 10,000 രൂപ ക്യാഷ് ആയിട്ടും. പിന്നെ പരസ്പരം ലോൺ ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾ നോക്കിയ ബാലൻസ് ഷീറ്റിൽ ഒരേ സമയം തന്നെ ലൈബിലിറ്റിയിൽ 30,000 അത് അസറ്റ്സിലും 30,000 ഉണ്ടല്ലോ, ഒരേ ഇത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലാണ്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇനിയിപ്പോ ഇതിന് പ്രസക്തി ഇല്ല, രണ്ട് കമ്പനി കൂടി ഒരുമിച്ച് ആയതുകൊണ്ട് ഇനി പുതിയ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനില്ല, സെയിം ആൾക്കാർക്ക് തന്നെ കമ്പനിക്ക് തന്നെ കൊടുക്കാനുണ്ട് കിട്ടാനുണ്ടെന്നാണ്. അപ്പൊ മ്യൂച്വലി അത് നമ്മൾ എന്ത് ചെയ്ത് കളയും? ക്യാൻസൽ ചെയ്ത് കളയും. അതിന് വേണ്ടിയിട്ടുള്ള എൻട്രി ആണ് ലോൺ ഫ്രം ഇസഡ് അക്കൗണ്ട് ടു ലോൺസ് ഓഫ് ഇസഡ് ലിമിറ്റഡ്. ഇസഡിന്ന് എടുത്തിരിക്കുന്നു, എ കൊടുക്കാനുണ്ട്. പരസ്പരം ഇസഡും എയും ഇപ്പൊ ഒന്നായതുകൊണ്ട് അത് അങ്ങോട്ട് മ്യൂച്വലി എന്ത് ചെയ്ത് കളഞ്ഞു? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ സാധാരണ ചെയ്യണ പോലെ ബാലൻസ് ഷീറ്റ് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കണ്ട 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1 എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ 1 വന്നത്? എങ്ങനെയാ? നമുക്ക് നോക്കിയാൽ പഴയ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അറിയാം. നമുക്ക് 4 lakh ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒരു 1,50,000 കൂടി അല്ലേ ഇഷ്യൂ ചെയ്തത്. അപ്പൊ 4 lakh plus 1,50,000 5,50,000. അടുത്തത് റിസോഴ്സ് ആൻഡ് സർപ്ലസ് ഓൾറെഡി 1 lakh ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു. റിസോഴ്സ് ആൻഡ് സർപ്ലസ് കണ്ട, ഇവന് ഓൾറെഡി 1 lakh ഉണ്ടായിരുന്നു, ശരിയല്ലേ? അതാണ് അവർ ആദ്യം എഴുതിയേക്കുന്ന 1 lakh. അതിനോടുകൂടി ഒരു ക്യാപിറ്റൽ റിസർവ് ഇപ്പൊ എൻട്രി ക്രിയേറ്റ് ആയിരുന്നു. ഇവിടെ ഒരു 15,000 ക്രിയേറ്റ് ആയി, അപ്പൊ അതും കൂടി ആഡ് ചെയ്തു. പിന്നെ ഒരു സെക്യൂരിറ്റി പ്രീമിയം 15,000 ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തു. അങ്ങനെ 1,30,000 ആയി. പിന്നെ ലോണിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കി അവിടെ പഴയ ലോൺ എത്രയാണ്, പഴയ കമ്പനിയുടെ ലോൺ എത്രയെന്ന് നോക്കിയേ. കണ്ട, ഡിബഞ്ചർ എന്ന് പറഞ്ഞ 1 lakh, വേറെ ഒന്നുമില്ല. അപ്പൊ അത് 1 lakh മാത്രമായിട്ട് ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. പിന്നെ അതർ ലൈബിലിറ്റി ഒരു 70 ഉണ്ട്, ഒരു 50 ഉണ്ട്. 70 ഉണ്ട്, 50 ഉണ്ട്, രണ്ടും കൂടി കമ്പൈൻഡ് ആയി എഴുതി. പിന്നെ സൺട്രി അസറ്റ്, രണ്ട് കമ്പനിയുടെയും അസറ്റുകൾ 6 ഉണ്ടായിരുന്നു, അതിനോടുകൂടി 1,10,000 കൂടി ആഡ് ചെയ്തു. അതിൽ നിന്ന് പിന്നെ വേറെ അസറ്റ്സ് അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല, കറണ്ട് അസറ്റ് ഒന്നും പറയുന്നില്ല. അപ്പൊ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് എല്ലാം കൂടി സൺട്രി അസറ്റ് എന്ന് അവർ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് 10,000 അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ പേയ്മെന്റ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ 9 lakh ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇനി നമ്മുടെ അക്കൗണ്ടിലേക്കെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാത്തിന്റെയും നോട്ട്സ് അക്കൗണ്ട് അതിന്റെ നമ്പർ അനുസരിച്ച് ഇങ്ങോട്ട് എഴുതിയാൽ ബാലൻസ് ഷീറ്റ് ടാലി ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഇവിടെ ആകെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഷെയർ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ വിൽക്കുന്ന കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പൊ അത് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ പുതിയ കമ്പനി ഷെയർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ എണ്ണം മൈനസ് ചെയ്ത് ബാക്കിയുള്ള ഷെയർ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് മേടിച്ചാൽ മതി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ചേസ് ചെയ്യുന്ന കമ്പനി
സെയിൽ ചെയ്ത കമ്പനി തമ്മിൽ ഒരു ലോൺ ഉണ്ട്. സെയിൽ ചെയ്ത കമ്പനിയുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത കമ്പനി ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് കമ്പനിയും കൂടി ഒന്നായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലോണൊന്നും ഇനി കൊടുക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. കാരണം അസറ്റ് സൈഡിൽ 30,000 എഴുതേണ്ടി വരും, ലയബിലിറ്റി സൈഡിലും 30,000 എഴുതേണ്ടി വരും. അപ്പൊ അത് രണ്ടിന്റെ ആവശ്യമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. പിന്നെ പർച്ചേസ് ചെയ്ത കമ്പനിക്ക്